ഹായ് ഫ്രണ്ട്സ്, ജമാലാണ്. ഞാൻ ഇപ്പം നിൽക്കണേ പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയം ആയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. എന്തിനാവുന്നാവും ഇവിടെ ഗുണാക്കേവ് എന്ന് പറഞ്ഞ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഫാമിലി ട്രിപ്പ് അടിച്ചതാണ്. അപ്പോൾ ഒന്ന് പോയി കണ്ടുവരാം അല്ലേ, എന്തൊക്കെയാണ് ഉള്ളിൽ നടക്കുന്നതെന്ന് കാണണമല്ലോ. വാ. പ്രധാന കവാടം കണ്ടില്ലേ, ഡെവിൽ കിച്ചൺ. ടിക്കറ്റ് നിരക്ക് വരുന്നത് ഒരാൾക്ക് 120 രൂപ വെച്ചിട്ടാണ്. എന്ത് ഭംഗിയായിട്ടാണല്ലേ അതിനുള്ളിൽ, എത്ര മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് വെച്ചിട്ട് ഉള്ളതല്ലേ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഗുണാക്കേവാണ്. ഗുണാക്കേവ് എവിടെയെന്ന് എല്ലാവർക്കും ഇപ്പോൾ ശരിക്കും അറിയാലോ. കൊടൈക്കനാൽ എല്ലാവരും പോയി കണ്ടിട്ടുണ്ടാവും, ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ അതേ രൂപത്തിലൊരു സാങ്കല്പികം ഇവിടെ ഒരുക്കി വെക്കണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ ചിലവാക്കും. നല്ല സെറ്റിങ്സ്, നല്ല അറേഞ്ച്മെന്റ്സ്, കുഴപ്പമില്ല. നല്ല രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗുഹ എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ റെക്സിനുകളും തെർമോകോളുകളും ചാക്കുകളും കൊണ്ട് ഭയങ്കര വിദഗ്ധമായിട്ടാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതൊന്ന് പോയി കാണുന്നതന്നെ വേണം. നമുക്ക് എങ്ങനെയായാലും ഒരു 120 രൂപ വലിയ കുഴപ്പമില്ലാത്തൊരു, നമുക്ക് കണ്ടാൽ മുതലാവും. ഞങ്ങളൊരു ഫാമിലി ബ്ലോഗാണ്, കണ്ടില്ലേ, എൻ്റെ ഫാമിലിയാണ്. അപ്പോൾ പാലക്കാട് പോയപ്പോൾ പിന്നെ അവർക്കൊന്ന് കാണണം എന്നൊക്കെ ഒരു പൂതി വന്നപ്പോഴേ അങ്ങോട്ട് ഒന്ന് കയറി പോയത്. ഭയങ്കര കൂളിംഗാണ്. പെൻഗിനൊക്കെ നിൽക്കാൻ കണ്ടില്ലേ. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, ആരും ലൈക്ക് ചെയ്യുന്നില്ല. ഷെയറിങ് പോട്ടെ, സബ്സ്ക്രൈബും പോട്ടെ, ലൈക്ക് തന്നൂടെ. അപ്പോഴേ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാവുള്ളൂ. കണ്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴുള്ള ഒരു പ്രത്യേകത ഉണ്ട്, അത് നേരിട്ട് കാണണം അതിലേറെയാണ്. ലക്ഷങ്ങൾ മുടക്കി ഭയങ്കര ഒരു ഭംഗി. ഈ മൈതാനത്ത് എന്ത് വന്നാലും ആളുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇത്ര ഒരു ലക്ഷങ്ങൾ മുടക്കിയുള്ള ഒരു എക്സിബിഷൻ എക്സ്പോ ഇതുവരെ വന്നിട്ടില്ല. ആളുകൾ ചോദിച്ചവരൊക്കെ അതാണ് പറയുന്നത്. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ഒരു 25 മീറ്റർ കൊണ്ട് ഫ്രണ്ടിൽ കാണാൻ നടന്നാൽ ഈ സ്ഥലം കാണാം. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടാ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോ ആയിട്ട്. താങ്ക് യു.